2016 മെയ് 31 പുൽഗാവിലെ ആയുധപുരയിലുണ്ടായ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടവെ വീരമൃത്യു വരിച്ച ധീരയോദ്ധാവ് മേജർ മനോജ് കുമാറിന് സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷൻ സ്മൃതി മണ്ഡപം ഒരുക്കുന്നു. മനോജ് കുമാറിന്റെ ജന്മനാടായ കാർത്തികപ്പള്ളിയിലാണ് സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നത്. 2016 മെയ് 31 വെളുപ്പിനെ 1:30 പുൽഗാവിൽ ആയുധപുരയിലുണ്ടായ സ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടവെ വീരമൃത്യു വരിച്ച ധീരയോദ്ധാവ് മേജർ മനോജ് കുമാറിന് സ്മൃതി മണ്ഡപം ഒരുങ്ങുന്നു. സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയായ ഗാർഡിയൻസ് ഓഫ് ദ നേഷനാണ് മനോജ് കുമാറിന്റെ ജന്മനാടായ കാർത്തികപ്പള്ളിയിൽ സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്നത്. സ്മൃതി മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനം ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ നിർവഹിച്ചു. രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവനെ പോലും അവഗണിച്ചുകൊണ്ടാണ് സൈനികർ പ്രവർത്തിക്കുന്നത്, അവർ പോരാടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇപ്പോഴും അശാന്തിയുടെ ഭീകരതയുടെ അന്തരീക്ഷം നിലനിൽക്കുകയാണ്. ഇന്ത്യക്കാരായിട്ടുള്ള ജവാന്മാരടക്കം സൈനികരടക്കം 25 ആളുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിട്ടുള്ള പാകിസ്ഥാൻ്റെ കടന്നാക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. അവരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണെങ്കിലും രാജ്യത്തിൻ്റെ അതിർത്തിയും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനു വേണ്ടി പോരാടുന്ന സൈനികരെ ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ ജീവിച്ച നമുക്ക് വേണ്ടി പ്രവർത്തിച്ച സൈനികരായിരുന്നു മേജർ മനോജ് കുമാർ. അദ്ദേഹവും ജീവൻ ബലിയർപ്പിച്ചത് ഈ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുക എന്നുള്ളത് ഈ രാജ്യത്തെ ഓരോ പൗരൻ്റെയും കടമയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് GNA എന്ന പേരിലുള്ള ഗാർഡിയൻസ് ഓഫ് നേഷൻ ഫ്രം ആലപ്പുഴ എന്ന സംഘടന ഇവിടെ ഈ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ സംരംഭത്തിന്, ഈ സ്മാരക നിർമ്മാണത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വലിയ സംസാരം അവസാനിപ്പിക്കുന്നു. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു പ്രവൃത്തിയുടെ ശുഭാരംഭം ആണ്. മേജർ മനോജ് കുമാർ സാർ സേനാ മെഡൽ രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവൃത്തിക്ക് തുല്യമായിട്ട് നമുക്കൊന്നും തിരിച്ചു കൊടുക്കാനൊക്കില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇന്ന് നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. അതിന് നേതൃത്വം നൽകാൻ GNA എന്ന സംഘടനയ്ക്ക് കഴിഞ്ഞതിൽ എനിക്ക് വ്യക്തിപരമായും ഞങ്ങളുടെ സംഘടനയുടെ പേരിൽ അഭിമാനമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മുമ്പ് പറഞ്ഞ അഡ്വക്കേറ്റ് താഹ സാർ പറഞ്ഞു. കൂടുതലൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് വിശേഷിപ്പിക്കാൻ ഇല്ല, എല്ലാം നേരത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെ യാദൃശ്ചികമായിട്ടായിരിക്കാം ഈ ഒരു സമയം ഉണ്ടായതെങ്കിൽ പോലും ഏറ്റവും ഉചിതമായ ഒരു സമയത്താണ് ഇതിൻ്റെ പണി ഇവിടെ ആരംഭിക്കുന്നത്. നമ്മുടെ അതിർത്തിയിൽ മറ്റു രാജ്യവുമായി യുദ്ധം നടക്കുന്ന പശ്ചാത്തലത്തിൽ സൈന്യത്തിൻ്റെ പിന്നിൽ രാജ്യത്തെ ഇഷ്ടംപടി ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ നമ്മളിൽ നിന്നും പൊലിഞ്ഞുപോയ മനോജ് കുമാറിൻ്റെ ഓർമ്മയാർക്കും നമ്മുടെ ഇന്നും ഈ രാജ്യത്തിൻ്റെ അണിയുന്ന ഈ മണ്ഡപത്തിൽ രാജ്യം ഭീകര ആക്രമണത്തിനും യുദ്ധമുഖത്തും നിൽക്കുന്ന ഈ അവസരത്തിൽ ധീരയോദ്ധാവിന് സ്മൃതി മണ്ഡപം നിർമ്മിക്കുന്ന ഗാർഡിയൻസ് ഓഫ് ദ നേഷന്റെ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാപ്റ്റൻ സനൽകുമാർ പിള്ള അധ്യക്ഷനായ ചടങ്ങിൽ ഹരികുമാർ കരുവാറ്റ, ശശി പട്ടോളി മാർക്കറ്റ്, ചിങ്ങോലി പഞ്ചായത്ത് മെമ്പർ നിബു എന്നിവർ സംസാരിച്ചു. മേജർ മനോജ് കുമാറിന്റെ അച്ഛൻ കൃഷ്ണൻ, സുരേഷ് ഹരിപ്പാട്, ശിശുപാലൻ, ഷിനോ, വിനോദ്, പ്രകാശ് എന്നിവർ നേതൃത്വം നൽകിയ ചടങ്ങിൽ PK ഗോപിനാഥൻ, KN തമ്പി, ഫിലിപ്പോസ് തോമസ്, സലീം മോൻ, രാജേഷ് പടിപ്പുര തുടങ്ങി വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു. CDNet ന്യൂസ്, ഹരിപ്പാട്.